ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ, അതിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ബാങ്ക് പാർട്ട് 1 ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. ഇത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിൽ നമ്മൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് ചോദ്യം. ചിത്രത്തിൽ എ ബി സി ഡി ഇ എഫ് എന്നീ വരകൾ 2 സെന്റിമീറ്റർ ഇടവിട്ടുള്ള സമാന്തര വരകളാണ്. എ ബി സി ഡി ഇ എഫ് ഈ 3 സമാന്തര വരകൾ 2 സെന്റിമീറ്റർ ഇടവിട്ടിട്ടാണ് ഉള്ളത്. എ എഫ് ഈ വരകൾക്ക് ലംബമായി വരച്ചിരിക്കുന്നു. ഇ എഫ് 3 സെന്റിമീറ്റർ ആയാൽ എ ഇയുടെ നീളം എത്ര? എ സി സി ഇ എന്നീ വരകളുടെ നീളം എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് സമാന്തര വരകൾ 2 സെന്റിമീറ്റർ ഇടവിട്ടിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എ ഡി ഡി എഫും 2 സെന്റിമീറ്റർ വീതമാണ്. അപ്പോൾ ഇതിൽ നിന്നും എ എഫ് 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടുമല്ലോ. ഇനി ഇ എഫ് 3 സെന്റിമീറ്റർ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഈ ത്രികോണം എ ഇ എഫ് ശ്രദ്ധിച്ചാൽ ഇതൊരു മട്ടത്രികോണമാണെന്ന് മനസ്സിലാക്കാം. അതിൽ പാദം 3ഉം ലംബം 4ഉം ആണ്. അപ്പോൾ നമുക്ക് കർണം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ എ ഇ എങ്ങനെ കണ്ടുപിടിക്കാം? എ ഇയുടെ വർഗം 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഓക്കെ, അത് 9 പ്ലസ് 16 25 ആയിരിക്കും. ഇതിൽ നിന്നും എ ഇ 25ന്റെ വർഗമൂലമാണെന്ന് കിട്ടും, 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി സമാന്തര വരകൾക്ക് ഇടയിലുള്ള വരകളെ ഈ സമാന്തര വരകൾ ഒരേ അംശബന്ധത്തിൽ സമഭാഗം ചെയ്യും. ആ ഒരു സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ നമുക്ക് എ ഡി ഈസ്റ്റു ഡി എഫ് അതെന്തായിരിക്കും? 1:1 ആണ്. അതുകൊണ്ട് നമ്മുടെ എ സി ഈസ്റ്റു സി ഇയും 1:1 ആയിരിക്കണം. അതായത് 5നെ 2 ഭാഗമാക്കുക, തുല്യ ഭാഗങ്ങളാക്കുക. അപ്പോൾ 2:2.5 2.5 അങ്ങനെ കിട്ടും. നമുക്ക് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയി എഴുതി നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന അളവുകൾ എന്തൊക്കെയാണ്? വരകൾ തമ്മിലുള്ള അകലം 2 സെന്റിമീറ്റർ. അതിനാൽ എ ഡി 2 സെന്റിമീറ്റർ, ഡി എഫ് 2 സെന്റിമീറ്റർ. ഇനി പാദം ഉയരം എ എഫ് അപ്പോൾ എന്തായിരിക്കും? എ ഡി പ്ലസ് ഡി എഫ് അല്ലേ? അതായത് 2 പ്ലസ് 2 4 സെന്റിമീറ്റർ. ഇനി ഇ എഫ് 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മട്ടത്രികോണം എ എഫ് ഇയിൽ പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം കർണത്തിന്റെ വർഗം എ ഇ സ്ക്വയർ സമം എ എഫ് സ്ക്വയർ പ്ലസ് ഇ എഫ് സ്ക്വയർ എന്നെഴുതാം. അപ്പോൾ എ ഇ സ്ക്വയർ എന്ത് കിട്ടും? 4 സ്ക്വയർ പ്ലസ്
3 സ്ക്വയർ 16 പ്ലസ് 9 25. അപ്പോൾ AE എന്തായിരിക്കും? √25 5 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഒന്നാം ഭാഗത്തിന്റെ ഉത്തരം AEയുടെ നീളം സമം 5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി രണ്ടാം ഭാഗം എന്താണ്? ACയുടെയും CEയുടെയും നീളം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് സമാന്തര വരകളുടെ സിദ്ധാന്തം ഉപയോഗിക്കാം. സമാന്തര വരകൾ വരകളെ ഒരേ അംശബന്ധത്തിൽ വിഭജിക്കുന്നു. അപ്പോൾ ഇവിടെ സമാന്തര വരകൾ തുല്യ അകലത്തിൽ 2 സെന്റിമീറ്റർ വീതം ആയതിനാൽ അവ ലംബരേഖയായ AFനെ തുല്യമായി ഭാഗിക്കുന്നു. AD സമം DF. അതുകൊണ്ട് ഈ വരകൾ ചെരിഞ്ഞു കിടക്കുന്ന രേഖയായ AEയെയും തുല്യമായി മാത്രമേ ഭാഗിക്കൂ. അതായത് C എന്നത് AEയുടെ മധ്യബിന്ദുവാണ്. അപ്പോൾ AC സമം CE. അത് AEയുടെ പകുതി. AE 5 ആണെന്ന് കണ്ടുപിടിച്ചു. 5/2. അപ്പോൾ 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ആയതുകൊണ്ട് ACCE എന്നീ വരകളുടെ നീളം 2.5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ആദ്യ ഭാഗത്തിന് വേണ്ടി മട്ടത്രികോണത്തിൽ പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചു. രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടി നമ്മൾ സമാന്തര വരകളെ ഒരേ അംശബന്ധത്തിൽ വിഭജിക്കുമെന്ന സിദ്ധാന്തം ഉപയോഗിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യം നോക്കൂ. 3 സമാന്തര വരകളെ മുറിക്കുന്ന വരകളാണ് ACയും PRും. AP, BQ, CR എന്നീ 3 സമാന്തര വരകളെ AC, PR ഇവ മുറിക്കുന്നുണ്ട്. ചോദ്യത്തിന്റെ ആദ്യ ഭാഗം. AB ഈസ് BC 2:1 ആയാൽ PQ ഈസ് QR എത്ര? ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം. PQ 8 സെന്റിമീറ്റർ ആയാൽ PR എത്ര? അപ്പോൾ 3 സമാന്തര വരകൾ ഇവിടെ ഉണ്ട്. അത് എന്തായിരിക്കും? മൂന്നോ അതിലധികമോ സമാന്തര വരകൾ ഏത് വരകളെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും. ആ സിദ്ധാന്തം ഉപയോഗിച്ച് AB ഈസ് BC 2:1 ആയതിനാൽ PQ ഈസ് QRും 2:1 ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് PQ 8 സെന്റിമീറ്റർ ആയാൽ PR എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് PQ 2x ആണെങ്കിൽ QR x ആയിരിക്കും. ഇവിടെ PQ 2x 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് 8/2 4 എന്ന് എടുക്കാം. അപ്പോൾ PR എന്ന് പറയുന്നത് 2x + x 3x ആണ്. അതായത് 3 × 4 12 സെന്റിമീറ്റർ ആണ്. ഇത് നമുക്ക് സ്റ്റെപ്പുകൾ വിശദമായി നോക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിദ്ധാന്തം
മൂന്നോ അതിലധികമോ സമാന്തര വരകൾ രണ്ട് രേഖകളെ മുറിച്ചു കടക്കുമ്പോൾ അവ ഈ രേഖകളെ ഒരേ അംശബന്ധത്തിൽ വിഭജിക്കുന്നു. അതുകൊണ്ട് PQ ഈസ് ടു QR സമം AB ഈസ് ടു BC ആണ്. AB ഈസ് ടു BC 2:1 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് PQ ഈസ് ടു QR 2:1 ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാം ഭാഗത്തിന്റെ ഉത്തരമായി. ഇനി രണ്ടാം ഭാഗം നോക്കാം. PQ ഈസ് ടു QR 2:1 ആയതിനാൽ PQ സമം 2x എന്നും QR സമം 1x അല്ലെങ്കിൽ x എന്നും എടുക്കാം. അപ്പോൾ PR എന്തായിരിക്കും? അതിനു മുമ്പ് നമുക്ക് ചോദ്യത്തിൽ PQ 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2x സമം 8, x 8/2, x 4 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി QR എന്തായിരിക്കും? 1x ആണ്. അപ്പോൾ 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ചിത്രത്തിൽ PR എന്താണ്? PR സമം PQ പ്ലസ് QR. അപ്പോൾ 8 പ്ലസ് 4 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ ഉത്തരം PR സമം 12 സെന്റിമീറ്റർ. അപ്പോൾ ആദ്യ ഭാഗം PQ ഈസ് ടു QR 2:1 എന്ന് കിട്ടി. രണ്ടാം ഭാഗം PR 12 സെന്റിമീറ്റർ എന്നും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. AB, BQ, CR എന്നിവ സമാന്തര വരകളാണ്. മറ്റു രണ്ടു വരകൾ AC, PR ഈ വരകളെ മുറിക്കുന്നു. AB, BC, PQ, QR എന്നിവ തമ്മിലുള്ള ബന്ധം എഴുതുക. AB സമം x, BC x പ്ലസ് 2, PQ 9, QR 10 ആയാൽ എക്സിന്റെ വില കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 വരകൾ, 2 വരകളെ ഒരേ അംശബന്ധ 3 സമാന്തര വരകൾ ഏത് 2 വരകളെയും ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുക. അതുകൊണ്ട് AB ഈസ് ടു BC സമം PQ ഈസ് ടു QR ആയിരിക്കും. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ 3 അതിലധികമോ സമാന്തര വരകൾ 2 രേഖകളെ മുറിച്ചു കടക്കുമ്പോൾ അവ ഈ രേഖകളെ ഒരേ അംശബന്ധത്തിൽ വിഭജിക്കുന്നു എന്ന തത്വം അനുസരിച്ച് AB, BC, PQ, QR തമ്മിലുള്ള ബന്ധം AB by BC സമം PQ by QR. ഇനി AB x ആണെന്ന് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന അളവുകൾ AB x, BC x പ്ലസ് 2, PQ 9, QR 10. അപ്പം നമുക്ക് AB by BC സമം PQ by QR ആണെന്നറിയാമല്ലോ. അതായത് x by x പ്ലസ് 2 സമം 9/10.
ഇനി ഇവിടെ ഒന്നാമത്തെ സംഖ്യയുടെ അംശത്തെ രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ഒന്നാമത്തെ സംഖ്യയുടെ അംശത്തെ രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കുന്നത് രണ്ടാമത്തെ സംഖ്യയുടെ അംശത്തെ ഒന്നാമത്തെ സംഖ്യയുടെ ഛേദത്തിന് ഗുണിക്കുന്നത് തുല്യമായിരിക്കും. അതായത് 10 ഇൻറ്റു എക്സ് സമം 9 ഇൻറ്റു എക്സ് പ്ലസ് 2. ഓക്കെ, രണ്ട് ഭിന്നസംഖ്യകൾ തുല്യമാണെങ്കിൽ ആദ്യത്തേതിൻ്റെ അംശവും രണ്ടാമത്തേതിൻ്റെ ഛേദവും ഗുണിച്ചത്, അതായത് എക്സ് ഇൻറ്റു 10 അല്ലെങ്കിൽ 10 ഇൻറ്റു എക്സ്, അത് രണ്ടാമത്തെ സംഖ്യയുടെ അംശത്തെ ഒന്നാമത്തെ സംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിച്ചതിന് തുല്യമായിരിക്കും. അപ്പോൾ 10 ഇൻറ്റു എക്സ്, അത് നമുക്ക് 10x എന്ന് എഴുതാം. 9 ഇൻറ്റു എക്സ് പ്ലസ് 2, ഇത് നമുക്ക് വിപുലീകരിക്കാമല്ലോ. 9 ഇൻറ്റു എക്സ് 9x എന്ന് കിട്ടും. 9 ഇൻറ്റു 2 18 എന്നും കിട്ടും. അതായത് 10x സമം 9x പ്ലസ് 18. 9xനെ ഇടത്തോട്ട് കൊണ്ടുപോയാൽ 10x മൈനസ് 9x 18. അപ്പോൾ x സമം 18 എന്ന് കിട്ടും. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഉത്തരമായി. ഓക്കെ, എളുപ്പല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. അപ്പോൾ ചോദ്യം കണ്ടതിന് ശേഷം നിങ്ങൾ ആദ്യം സ്വന്തമായി ചെയ്യാൻ പറ്റുമോ നോക്കുക, അതിനുശേഷം ഉത്തരം ചെക്ക് ചെയ്യാം. ഇതാണ് 14ാമത്തെ ചോദ്യം. ത്രികോണം ABCയുടെ AB, AC എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളെ ചേർത്ത് വരയ്ക്കുന്ന വരയാണ് PQ. ത്രികോണം APQവിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്റർ ആണ്. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണുകളുടെ തുക എത്ര? ത്രികോണം ABCയുടെ ചുറ്റളവ് എത്ര? അപ്പോ കൂട്ടുകാരെ, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിൻ്റെ പകുതിയുമായിരിക്കും. ആ സിദ്ധാന്തം ഉപയോഗിച്ചാൽ PQ BCക്ക് സമാന്തരമാണ്. ഇനി രണ്ട് സമാന്തര വരകളെ, അതായത് PQ BC എന്നിവയെ AC എന്ന വര മുറിക്കുന്നു. ഓക്കെ, അതായത് BC PQ ഇവയെ AC മുറിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് നീട്ടി വരയ്ക്കാം. അതേപോലെ ഇവിടെ ഞാൻ നീട്ടി വരച്ചു, ഇതിനെ താഴേക്കും വരച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ രണ്ട് വരകളെ ഇത് മുറിച്ചു കടന്നു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ ബിന്ദുവിൻ്റെ അകക്കോണാണ് ഇപ്പൊ ഈ വര. ഈ രണ്ട് വരകൾക്കും ഇടയിലാണ് ഈ രണ്ട് കോണുകൾ ഉള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? അകക്കോണുകളാണ്. ഓക്കെ, ഇപ്പോ ഈ കോണും എന്താണ്? ഈ രണ്ട് സമാന്തര വരകൾക്കും പുറത്താണ്. അതേപോലെ ഇതും. അതുകൊണ്ട് ഈ 4 കോണുകളും ബാഹ്യ കോണുകളാണ്. 1, 2, 3, 4. ഈ 4 കോണുകളും ആന്തര കോണുകളാണ്, അകത്തുള്ള കോണുകളാണ്.
ഇനി ഇവിടെ അകത്താണ്, അതേപോലെ തന്നെ ഇവിടെ എന്താ ഇതിന്റെ താഴെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മുകളിലുള്ള രണ്ട് കോണുകൾ, ഇത് താഴെയുള്ള രണ്ട് കോണുകൾ, ഇത് മുകളിലുള്ള രണ്ട് കോണുകൾ, ഇത് താഴെയുള്ള രണ്ട് കോണുകൾ, അകത്തെ താഴത്തെ കോണ്, ഇത് അകത്തെ മുകളിലെ കോണാണ്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഒന്ന് അകത്ത് താഴെയാണ്, ഇവിടെ അകത്ത് മുകളിലാണ്. അതുകൊണ്ട് ഇവരെ നമ്മൾ ആന്തര സഹകോണുകൾ എന്നാണ് പറയുക. അകത്താണ്, ഒന്ന് താഴെയും മറ്റത് മുകളിലുമാണ്. അതുകൊണ്ട് ഇവര് സഹകോണുകളാണ്. ആന്തര സഹകോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കുമെന്ന് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ത്രികോണം ABC-യുടെ ചുറ്റളവ് നോക്കാം. ഇവിടെ APQവിന്റെ ചുറ്റളവ്, APQവിന്റെ ചുറ്റളവ് 24 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പിയും ക്യൂവും AB-യുടെയും AQവിന്റെയും മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് AP AB-യുടെ പകുതിയാണ്, AQ AC-യുടെ പകുതിയാണ്. ഇനി നമ്മുടെ സമാന്തര വരകളുടെ സിദ്ധാന്തപ്രകാരം PQ BC-യുടെ പകുതിയാണ്. അതായത് വലിയ ത്രികോണത്തിന്റെ പകുതി ചുറ്റളവായിരിക്കും APQവിനുണ്ടാവുക. അപ്പോൾ ത്രികോണം ABC-യുടെ ചുറ്റളവ് 24ന്റെ ഇരട്ടി 48 ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശദമായി എഴുതി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യ ഭാഗം, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. ഈ തത്വം ഓർമ്മയുണ്ടല്ലോ. ഇവിടെ PQ എന്നിവ AB AC എന്നിവയുടെ മധ്യബിന്ദുക്കളായതിനാൽ PQ എന്നത് BCക്ക് സമാന്തരമാണ്. PQ BC എന്നീ വരകൾ സമാന്തരമായതിനാൽ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണുകൾ കോൺ PQCയും കോൺ Cയും ആന്തര സഹകോണുകളാണ്. അതാണ് ഞാൻ നേരത്തെ ചിത്രം വരച്ച് കാണിച്ചത്. സമാന്തര വരകൾക്ക് ഇടയിലെ ആന്തര സഹകോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് കോൺ PQC പ്ലസ് കോൺ C 180 ഡിഗ്രിയാണ്. അപ്പോൾ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണുകളുടെ തുക 180 ഡിഗ്രി. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കിയാലോ. ത്രികോണം ABCയുടെ ചുറ്റളവ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സിദ്ധാന്തം അല്ലെങ്കിൽ തത്വം എന്താണ്? ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുണ്ടാക്കുന്ന
ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവ് വലിയ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയായിരിക്കും. ഇവിടെ ത്രികോണം APQവിന്റെ ചുറ്റളവ് ABCയുടെ പകുതിയാണ്. അര ഇൻറ്റു ത്രികോണം ABCയുടെ ചുറ്റളവ്. അതായത് ത്രികോണം ABCയുടെ ചുറ്റളവ് ഇതിങ്ങോട്ട് പോകുമ്പോൾ 2 ആവും. APQവിന്റെ ചുറ്റളവിന്റെ 2 മടങ്ങാണ്. അപ്പൊ നമുക്ക് ത്രികോണം APQവിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ത്രികോണം ABCയുടെ ചുറ്റളവ് 24 ഇൻറ്റു 2, അതായത് 48 സെന്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ ത്രികോണം ABCയുടെ ചുറ്റളവ് 48 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതാ, ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. ABയുടെ മധ്യബിന്ദുവാണ് M. CD-യുടെ മധ്യബിന്ദുവാണ് N. DMBN എന്ന നിറം കൊടുത്ത ഭാഗത്തിന് ഏറ്റവും ഉചിതമായ പേരെഴുതുക. ആദ്യം നമുക്ക് അത് നോക്കാം. ഇപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ M-ഉം N-ഉം ഓരോ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. ഓക്കെ. ഇനി ഇവിടെ ത്രികോണം AQB നോക്കിയാൽ ഒരു വശത്തിന്റെ മധ്യബിന്ദു ഇവിടെ നമുക്ക് ത്രികോണം AQB നോക്കിയാൽ അല്ല, ഇവിടെ AB CD-ക്ക് സമാന്തരമാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളായ MB-യും DN-ഉം സമാന്തരമാണ്. ഇനി M എന്ന് പറയുന്നത് AB-യുടെ മധ്യബിന്ദുവാണ്. അപ്പോൾ AM സമം MB എന്ന് കിട്ടും. അതേപോലെ DN സമം NC എന്ന് കിട്ടും. ഇനി മറ്റേ ABCD സാമാന്തരികമായതുകൊണ്ട് AB-യും DC-യും തുല്യമാണ്. അതിൽ നിന്നും MB-യും DN-ഉം തുല്യമാണെന്ന് കിട്ടും. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായാൽ
BMDN എന്ന ചതുർഭുജം സാമാന്തരികമായിരിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ ഭാഗം. നമുക്ക് ആദ്യം അതൊന്ന് എഴുതാം. ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. അതിനാൽ AB എന്ന വശം CDക്ക് സമാന്തരവും തുല്യവുമാണ്. ഓക്കെ, AB സമം CD കൂടാതെ AB സമാന്തരം CD. MN എന്നിവ യഥാക്രമം AB CD എന്നിവയുടെ മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് MB സമം അര AB, DN സമം അര CD എന്നെഴുതാം. ABയും CDയും തുല്യമായതുകൊണ്ട് MBയും DNും തുല്യമായിരിക്കും. ഓക്കെ, ഇനി ABയും DCയും തുല്യം മാത്രമല്ലല്ലോ, അവ സമാന്തരമാണ്. അതുകൊണ്ട് ഇവിടെ MBയും DNും സമാന്തരവുമാണ്. അപ്പോൾ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായതിനാൽ DMBN ഒരു സാമാന്തരികമാണ്. ഓക്കെ, അതാണ് ആദ്യ ഭാഗം. ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം. അപ്പോൾ ഇതിന് ഉചിതമായ പേരാണ് സാമാന്തരികം. ഇവിടെ നമുക്ക് PQ 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AC എന്ന വികർണത്തിന്റെ നീളം എത്ര? അത് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ഇവിടെ ത്രികോണം AQB എടുക്കുക, ഈ ഭാഗം. ഓക്കെ, അപ്പോ AQB എടുത്താൽ BNും DMും സമാന്തരമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് PMും QBയും സമാന്തരമാണ്. ഇനി ത്രികോണം AQBയിലെ മധ്യബിന്ദുവായ Mൽ നിന്നുള്ള വരയാണ് Pയിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവിൽ നിന്നുള്ള വര വേറൊരു വശത്തിന് സമാന്തരമാണെങ്കിൽ ഈ വര മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും. ആ തത്വമനുസരിച്ച് P എന്ന് പറയുന്നത് AQവിന്റെ മധ്യബിന്ദു ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്നും AP സമം PQ എന്ന് കിട്ടും. PQ 4 ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ APയും എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി നമ്മൾ ത്രികോണം CDP എടുക്കാം. ത്രികോണം CDPയിൽ DPയും NQവും സമാന്തരമാണ്. DCയുടെ മധ്യബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന വര NQ DPക്ക് സമാന്തരമായതിനാൽ Q PCയുടെ മധ്യബിന്ദുവായിരിക്കും. ഓക്കെ, അപ്പോൾ
നമുക്ക് Q മധ്യബിന്ദു ആയതുകൊണ്ട് ഇനി PQ സമം QC ആയിരിക്കില്ലേ? അപ്പൊ ഇത് 4 എന്ന് കിട്ടും. അപ്പോൾ AC-യുടെ നീളം 12 എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് എഴുതി നോക്കിയാലോ. ഇതാണ് സിദ്ധാന്തം. ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി രണ്ടാമത്തെ വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മധ്യബിന്ദുവിൽ മുറിക്കുന്നു. അപ്പോൾ ത്രികോണം ABQ നോക്കിയാൽ M എന്നത് AB-യുടെ മധ്യബിന്ദുവാണ്. DMBN എന്ന സാമാന്തരികത്തിൽ MP എന്ന വര BQ-വിന് സമാന്തരമാണ്. ഇനി മധ്യബിന്ദു സിദ്ധാന്ത പ്രകാരം P എന്നത് AQ-വിന്റെ മധ്യബിന്ദുവാണ്. ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി രണ്ടാമത്തെ വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തെ മധ്യബിന്ദുവിൽ മുറിക്കുന്നു. അപ്പോൾ മധ്യബിന്ദു M, ഇനി MP എന്ന് പറയുന്നത് BQ-വിന് സമാന്തരമാണ്. അതുകൊണ്ട് P AQ-വിന്റെ മധ്യബിന്ദുവാണ്. അപ്പോൾ AP സമം PQ. ഇനി ത്രികോണം CDP-യിൽ N എന്നത് CD-യുടെ മധ്യബിന്ദുവാണ്. NQ എന്ന വര DP-ക്ക് സമാന്തരമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DMBN എന്നത് സാമാന്തരികമാണ്. അതുകൊണ്ട് DP NQ സമാന്തരമാണ്. ഇനി മധ്യബിന്ദു സിദ്ധാന്ത പ്രകാരം N-ൽ നിന്നും ഉള്ള NQ DP-ക്ക് സമാന്തരമായതിനാൽ PC-യുടെ മധ്യബിന്ദു ആയിരിക്കും Q. CP-യുടെ മധ്യബിന്ദുവാണ് Q. അതായത് PQ സമം QC എന്ന് കിട്ടും. ഇവിടെ AP സമം PQ, PQ സമം QC. അതുകൊണ്ട് AP സമം PQ സമം QC എന്ന് എഴുതാം. മുകളിലെ 2 സ്റ്റെപ്പുകളിൽ നിന്ന് വികർണത്തിലെ 3 ഭാഗങ്ങളും തുല്യമാണെന്ന് മനസ്സിലാക്കാം. AP സമം PQ സമം QC. ചോദ്യത്തിൽ PQ 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് AP സമം 4 സെന്റിമീറ്റർ, QC സമം 4 സെന്റിമീറ്റർ. ഇനി വികർണം AC എന്ന് പറയുന്നത് AP പ്ലസ് PQ പ്ലസ് QC ആണ്. അപ്പോൾ 4 പ്ലസ് 4 പ്ലസ് 4 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് AC എന്ന വികർണത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ഒരു സെറ്റ് ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക,
അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.